Guys, welcome to my channel Story Time with Aisha. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കളിക്കുടുക്കയുടെ ഓപ്പാണ്. ഇത് കുറെ കഥകള്, ആക്ടിവിറ്റീസുകള്, പിന്നെ കുറെ കളർ കൊടുക്കാനുള്ളത് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് ഇവിടെ ചെയ്യാം. അപ്പൊ ഇതിൽ ഉള്ളതൊക്കെ ഇവിടെ ഫസ്റ്റ് മുൻ പേജിലുള്ള കളി കൊടുക്കാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കഥകൾ ഉണ്ടാവും, പാട്ടുകൾ ഉണ്ടാവും, മത്സരങ്ങൾ ഉണ്ടാവും. അങ്ങനെ പിന്നെ നഴ്സറിക്ക് ഇത് ഉപകാരപ്പെടും, നഴ്സറി കുട്ടികൾക്ക് ഉപകാരപ്പെടും ഒക്കെ പെടും. വരയ്ക്കണം. അത് ഈ ഒരു എന്താ തേച്ച് എന്താണെന്നറിയില്ല, ആ ഒരു ജന്തു പോയ സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പച്ചത്തുള്ളം പോയ സ്ഥലത്ത് കൂടെ വരാം. ഓക്കെ, ഇതും വരച്ച് നമുക്ക് ഈ പുഴ പോയ സ്ഥലത്ത് കൂടെ വരക്കാം. ഓക്കെ, അതും വരച്ചു. അടുത്ത പേജിലുള്ളത് ഒരു നിറം കൊടുക്കാനാണ്. നിറം വേണം. ഐ എന്ന അക്ഷരത്തിന് നിറം കൊടുക്കൂ. അപ്പൊ നമുക്കൊന്ന് നിറം കൊടുത്താലോ? അപ്പൊ ഞാൻ ഒന്ന് കൊടുത്ത് കഴിഞ്ഞു, ഒന്ന് കൊടുത്തിട്ട് ഞാൻ രണ്ടാമത്തെ കൊടുക്കാണ്. അപ്പൊ നമുക്ക് കൊടുത്തു വരാം. നമുക്കൊന്ന് ഈ കഥ വായിച്ചാലോ? റോബോട്ട് എന്നാണ് ഇതിന്റെ ഹെഡിങ്. ഒരു ദിവസം ജീനയും റോബിയും വഴിയിലൂടെ വരുകയായിരുന്നു. പെട്ടെന്ന് ഒരു കള്ളൻ ഒരു ചേച്ചിയുടെ ബാഗും തട്ടിയെടുത്ത് ഒറ്റയോട്ടം. റോബി കള്ളൻ എന്ന് ജീന പറഞ്ഞു. റോബി പറഞ്ഞു, വിഷമിക്കണ്ട, ഇതാ രസം കണ്ടോളൂയുടെ കാൽ പെട്ടെന്ന് ചക്രമായി മാറി. ഡോർ. റോബി പിന്നാലെ വാഞ്ഞു. ഡോർ. കള്ളൻ ഇല്ലായി. പോലീസ് എത്തി ബാഗ് തിരികെ നൽകി. ഹായ്, സൂപ്പർ റോബി, ജീന ചിരിച്ചു. അപ്പൊ ഇതെന്ന് വെച്ചാൽ വലിയ നിറ നല്ല കള്ളനാണ്. അടുത്ത പേജ് അപ്പൊ എത്ര ഉള്ളു ഈ പേജ്? നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ലൈറ്റ് ഇട്ടു, പുലിയൊരു പുത്തൻ കോട്ടിട്ടു, തലയിൽ നല്ലൊരു ക്യാപ്പ് ഇട്ടു, സെൽഫി എടുത്തൊരു പോസ്റ്റ് ഇട്ടു, ചുണ്ടയിൽ ലൈറ്റു വരുന്ന ഏത് വാക്കും? ഇതെന്ന് പറഞ്ഞിട്ട് കണ്ണാടി പിടിച്ച് നോക്കാനാണ്. അപ്പം നമ്മളൊന്ന് കണ്ണാടി പിടിച്ച് നോക്കി വരാം. അപ്പൊ അടുത്തത് ഈ ബസ്സുകളിൽ തമ്മിൽ 5 വ്യത്യാസങ്ങളുണ്ട്, കണ്ടുപിടിക്കുമോ? അങ്ങനെ ഇതിലെന്ന് പറയാം ബിഗ് സ്മോൾ ആണ്. ബിഗിന് ബി എന്നത് സ്മോൾ ആണ്. അപ്പൊ നമുക്ക് എസ്. ഇതും സ്മോൾ ആണ്, എസ് സ്മോൾ ആണ്. ഇത് ബിഗ്. ഇതിൽ ആരാണ് കളിക്കാൻ പോകുന്നത്? അവരെ കണ്ടുപിടിക്കാൻ പറയും. ഇതാണോ? ഇതാരും ബുക്ക് വായിക്കുകയാണ് ചെയ്യുന്നത്. ഇതോ സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോകാൻ. ഇവനാണ് കളിക്കാൻ പോകുന്നത്. ഏത് ചരിത്രം? ഇതാണ് ശരി. ഇനി ഇവിടെ എന്ന് പറയുന്നത് നിറം നൽകാനാണ്. ഇവിടെ ബ്ലൂ, ഇവിടെ യെല്ലോ, ഇവിടെ പർപ്പിൾ. അപ്പൊ അടുത്ത് നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. ഇനി മതിയായി. ഇനി കഥ വായിച്ചാലോ? ഒരു ദിവസം മുയൽ ഒരു സ്കൂട്ടറിൽ പാഞ്ഞ് പോവുകയായിരുന്നു. അപ്പോൾ മിട്ടുകരടി ഒരു ജീപ്പിൽ വഴി വന്നു. ഇവനെ ഒന്ന് പീഡിപ്പിക്കണല്ലോ. മിട്ടുകരടി പിങ്കുമുയലിന്റെ പിന്നാലെ പോയി. പാവം പിങ്കുമുയൽ പേടിച്ച് സ്കൂട്ടർ നിർത്തി. മിട്ടുകരടി പിങ്കുമുയലിനെ നോക്കി കളിയാക്കി ചിരിച്ചു. പിങ്കുവിനെ നോക്കി കളിയാക്കാൻ പോയതും മിട്ടുകരടി വഴിയിൽ കിടന്ന കല്ല് കണ്ടില്ല. മിട്ടുകരയുടെ ജീപ്പ് കല്ലിൽ തട്ടി അടുത്തുള്ള മരത്തിൽ ഒറ്റയിടി. മറ്റുള്ളവരെ കളിയാക്കാൻ നോക്കിയാൽ ഇതു തന്നെ അവസ്ഥ. ഇതേക്കും മിട്ടുവിന് മനസ്സിലായി. ഈ കഥയുടെ ഗുണപാഠം എന്താ വെച്ചാൽ, മറ്റുള്ളവർ നമ്മൾ കളിയാക്കി ചിരിച്ചാൽ അതിന്റെ അനുഭവം നമുക്ക് തന്നെ കിട്ടും. അതാണ് ഈ കഥയിൽ പറയുന്നത്. ലെഫ്റ്റും ഇത് റൈറ്റും എഴുതാനാണ്. ഇത് ലെഫ്റ്റ്,
ഇത് ലെഫ്റ്റ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, 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 റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ലുട്ടാപ്പിയുടെ കഥ വായിക്കാം. ഒരു ദിവസം ലുട്ടാപ്പി കുന്നിൻ ചെരുവിൽ ഇരിക്കുമ്പോൾ ഒരാൾ ബൈക്കിൽ പോകുന്നതു കണ്ടു. ഈ പാറ വഴിയിലേക്ക് ഉന്തിടാം ലുട്ടാപ്പി കരുതി. ലുട്ടാപ്പി പാറ ഉന്തിടാൻ തുടങ്ങുന്നത് മായാവി കണ്ടു. ഈ ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം. മായാവി വേഗം മന്ത്രം ചൊല്ലി. ഹോം ഹോം ഗ്രീം ടൈഗർ ഹീം. പെട്ടെന്ന് പാറ കടുവായി. അയ്യോ, ലുട്ടാപ്പി ഞെട്ടിപ്പോയി. രക്ഷിക്കണമേ! ലുട്ടാപ്പി താഴത്തേക്ക് വീണു. ലുട്ടാപ്പി ഉരുണ്ട് താഴത്തേക്ക് പോയി. അയ്യോ! മായാവി പാറ പഴയതുപോലെ ആക്കി. ഈസി ഇംഗ്ലീഷ് എന്നുള്ളൊരു സെക്ഷൻ ആണിത്. ഇത് നമുക്ക് ഉപകാരപ്പെടും. നമുക്കിത് വായിച്ച് ഇവിടുത്തെ ഓരോരോ വേർഡ്സുകൾ പഠിക്കാം. ഇത് കാ കൊണ്ട് വരടി, 16 കൊണ്ട് 16 16 എന്ന് പറയും. ഇത് പി കൊണ്ട് പെണ്ണും വരട്ടും. ഇത് പശുവിന് ഇന്ത്യയിൽ കായെന്ന് പറയും. സ്മോൾ ആൻഡ് സി ആണ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തകൾ കളറിന്റെ സെക്ഷൻ ഉണ്ടാവും. ഇതൊരു ഇംഗ്ലീഷ് പതില. ഇത് സ്കൂൾ കുട്ടികൾക്ക് കുറച്ച് ആൽബം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പൂക്കൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് വായിച്ചു ഈ ഒരു പൂക്കൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോക്ക് നമുക്ക് വീഡിയോ കാണാം. ബൈ.